ആ ഐഡിയ ഈ രീതിയിൽ നിങ്ങളൊന്ന് പോയി നോക്കി നോക്ക്. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്താണ് പറയുന്നത് അറിയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ലോട്ടറി ഗസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലോട്ടറി ട്രിക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് ഈ ലോട്ടറിയുടെ നമ്പറുകളെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതായത് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് ട്രിക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രിക്കൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്, അത് നമുക്ക് എല്ലാവർക്കും കിട്ടും. സിമ്പിൾ കാര്യമാണത്. അപ്പോൾ ഈ ലോട്ടറി ഗസ്സിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഊഹങ്ങളാണ്. ഗസ്സിങ് എന്ന് പറയുമ്പോൾ ഒരു ഊഹങ്ങളാണ്, നമ്മൾ ഊഹിച്ചെടുക്കുകയാണ്. അതിനാണ് ലോട്ടറി ഗസ്സിങ്. നമ്മൾ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ലോട്ടറി ട്രിക്സ്, ലോട്ടറി ടിപ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തരുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് സിമ്പിളായിട്ടുള്ളൊരു കാര്യം. അതിന് നമ്മൾ തന്നെ വിചാരിക്കണം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളെന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്പറുകളെ കുറിച്ച് ഇങ്ങനെ അറിയാൻ ശ്രമിക്കുക. നമ്പറുകളെ കുറിച്ച് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ 9 വരെ നമ്പറുണ്ട്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ആകെ ഇത്ര നമ്പറുള്ളൂ. ഇതിൽ തന്നെ ഓരോ നമ്പറിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ ചിലപ്പോൾ എനിക്ക് എല്ലാ നമ്പറിൻ്റെ പ്രത്യേകതകളൊന്നും അറിയില്ല, എങ്കിലും എനിക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരിക്കാം. അതുതന്നെയാണ് ട്രിക്ക്, മനസ്സിലായില്ല? അപ്പോൾ അതിൽ തന്നെ ഒരു ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യം 9ൻ്റെ ട്രിക്ക്. രാജാവാണ് 9. അതായത് നമ്പറുകളിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇനിയിപ്പം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് തോന്നിയൊരു കാര്യം 9 രാജാവ്. 0 മുതൽ 9 വരെയുള്ള നമ്പറുകളിൽ 9 തന്നെയാണ് രാജാവ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. മറ്റുള്ളവർ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ട് 7 നല്ല നമ്പർ, 7 രാജാവ് എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ 7 കൊണ്ട് എല്ലാ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു ഇത് ഞാൻ നോക്കി, അങ്ങനെ ഇല്ല. കാരണം അതൊരു പരിധിയുണ്ട്, 7 ഒരു പരിധിയുണ്ട്. അതുവരെയൊക്കെ കഴിഞ്ഞാൽ 7 അവസാനിച്ചു. പക്ഷേ 9 പരിധി ഇല്ലാത്തൊരു നമ്പറാണ് 9. പരിധിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ 9 എല്ലാ ട്രിക്കിലും എങ്ങനെ നോക്കുകയാണെങ്കിലും 9 ഭയങ്കര ഒരു കഴിവ് തന്നെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3, 6, 9ൻ്റെ ലോജിക്ക് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലായ. അതായത് 9 അവിടെ ഒരു ഒറ്റയാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ബാക്കിയുള്ള നമ്പറുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ടിങ് കാര്യങ്ങളും നിയന്ത്രണം കാര്യങ്ങളൊക്കെ. 9നെ ഏത് നമ്പർ നിയന്ത്രിക്കുന്നില്ല, 9 മറ്റുള്ള എല്ലാ നമ്പറേയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ 9 അവിടെ രാജാവ് തന്നെയാണ്. അപ്പം ഞാൻ 9നെ മനസ്സിലാക്കി അന്ന് മുതൽ 9നെ കുറിച്ച് നമുക്കറിയാവുന്നത് കൊണ്ട്, അപ്പോൾ 9 നല്ല നമ്പറാണല്ലോ. അപ്പോൾ നമ്മൾ അതാണ് ട്രിക്ക്. 9 ഇത്ര വലിയ പുലിയാണെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുകയാണ്. ഒരു നമ്പറുകളായാലും ശരി, അല്ലെങ്കിൽ ലോട്ടറി ആയാലും, അല്ലെങ്കിൽ മാത്സ് കണക്ക് പരമായിട്ട് നമ്മളിപ്പോൾ കുസൃതി ചോദ്യം ആയാലും, അല്ലെങ്കിൽ കണക്കിൻ്റെ പുസ്തകങ്ങളായാലും, എല്ലാ കണക്ക് പുസ്തകങ്ങളും അങ്ങനെയൊക്കെ നോക്കിയിട്ട് 9ൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കും. അല്ലെങ്കിൽ 9ൻ്റെ പെരുക്കപ്പെട്ടികയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ. അപ്പോൾ ശരി തന്നെയാണ്. എന്താ കാരണം വെച്ചാൽ ഒരു 9, 9 അവിടെ 9ആണ്. 2, 9, 18. ആ 18 എന്ന് പറയുമ്പോൾ 8, 1, 9 തന്നെയാണ്. 3, 9, 27. 3, 9, 27 എന്ന് പറയുമ്പോൾ 7, 2, 9 ആണ്. 4, 9, 36. അവിടെ 6, 3, 9 ഇവിടെ 9നെ മാത്രം ആ ഒരു ടെക്നിക്ക് മനസ്സിലാവും. അത് 1 മുതൽ 9, 1, 1 × 9 ആണെങ്കിൽ അവിടെ നിന്ന് തൊട്ടിട്ട് എത്ര വലിയ നമ്പർ അടിച്ചാലും ഇതിങ്ങനെ കൂട്ടുമ്പോൾ 9, 9, 9. അപ്പോൾ 9 ഒരു പ്രത്യേക നമ്പർ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇത്രയും കഴിവുള്ള 9 കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ലോട്ടറി റിസൾട്ട് മേടിക്കുന്നു, 9നെ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കി 9 എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു 9 ഒരു നമ്പറിൽ വരുന്നത്, അല്ലെങ്കിൽ 9 ആവുന്ന നമ്പറുകൾ എങ്ങനെയാണ്, അത് നോക്കുന്നതിനാണ് ലോട്ടറി ട്രിക്ക്, ലോട്ടറി ഗസ്സിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഐഡിയ വെച്ചിട്ട് ഒരു നമ്പറുകളെ കുറിച്ച് അറിയുന്നു, അതിൽ നല്ല നമ്പർ നോക്കിയിട്ട് ആ നമ്പറുകളെ കുറിച്ചിട്ട് ഒന്നും കൂടി നന്നായി പഠിച്ച് അത് വെച്ചിട്ട് നമ്മൾ ലോട്ടറി റിസൾട്ട് മേടിച്ചിട്ട് അതിൽ നമ്മളിങ്ങനെ അരിച്ച് പെറുക്കണം. അതും ഇന്നത്തെ റിസൾട്ട് മേടിച്ചിട്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, മാക്സിമം ഒരു മാസത്തെ റിസൾട്ടെങ്കിലും നമ്മൾ പോയി മേടിക്കുക. പഴയത് ഇഷ്ടം പോലെ കിട്ടാണ്ട് അത് മേടിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ 9നാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ അതിൽ നമ്പറുകളും അതും ഇതും അനലൈസ് ചെയ്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെത്തേഡ് പിടിയിട്ടും. ഇതിനെയാണ് ലോട്ടറി ട്രിക്സ് അല്ലെങ്കിൽ ലോട്ടറി ഗസ്സിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്കപ്പോൾ ഒരു ഐഡിയ കിട്ടും. ആ കിട്ടുന്ന ഐഡിയയാണ് നമ്മൾ വീഡിയോസായിട്ട് ചെയ്തു തരുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ വേറൊരു ഇപ്പോൾ 9ൻ്റെ ഇപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ 9ൻ്റെ പോയി നോക്കുമെന്ന് വിചാരിച്ചോ. അപ്പോൾ 9ൻ്റെ മാത്രമല്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 8ലും കണ്ടുപിടിക്കാം. 8ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഐഡിയയാണ്. ഇപ്പോൾ ഒരു 2 0, ഒരു 0 ഇങ്ങനെ ഇട്ടു, ഒരു 0 ഇങ്ങനെ ഇട്ടാൽ 8ആയി. ഒരു 8ആയി. 8ൻ്റെ പ്രത്യേകതയാണ് നോക്ക്. ഇങ്ങനൊരു 0, ഇങ്ങനൊരു 0 ഇട്ട് 8ആയി. പിന്നെ നമ്മൾ അങ്ങനെ എന്താ പറയുക, ഒന്നുകൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കുക 8ന് വേറെ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു 3 ഇടുക, ഇപ്പുറത്തൊരു 3 ഇട്ടാൽ 8ആയി. അതാണ് 8ൻ്റെ പ്രത്യേകത. ഒരു 3 ഇട്ടിട്ട് ഇപ്പുറത്തൊരു 3 ഇടുമ്പോൾ 8ആയി. അതൊരു സിമ്പിളായിട്ടുള്ള ലോജിക്കാണ് കേട്ടോ. എങ്കിലും 8ന് അത്രയും ഒരു പ്രത്യേകത പോലെ ഉണ്ട്.
ഇനിയിപ്പോൾ 5 ഇട്ടു, 5ന് അവിടെ നിന്ന് ഇങ്ങനെ ഇട്ടാൽ 8 ആയി. ഒരു 2 ഇട്ട് 2ന് അവിടെ നിന്ന് ഇങ്ങനെ ഇട്ടാൽ 8 ആയി. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 7 ഇട്ടാലും ആ 7നെ വേണമെങ്കിൽ നമുക്കിങ്ങനെ വളച്ചൊടിക്കാം, വേണം അത് വളച്ചൊടിക്കണം. അപ്പോൾ 8ന് ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഡബിൾ 0, 2 ഇട്ടാൽ 8 ആക്കാം, പിന്നെ 8 തന്നെയാണ്, പിന്നെ 5ന് 8 ആക്കാം. അപ്പോൾ 8നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ 8ന് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടാകും. അപ്പോൾ അത് കുറിച്ച് നോക്കുകയാണ് നമ്മൾ പോയിട്ട്. അപ്പോൾ അങ്ങനെ 8ൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ലോട്ടറി റിസൾട്ട് 8ൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത, വേറെ എന്താണ് പ്രത്യേകത എന്നൊക്കെ നോക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ ആണ് ലോട്ടറി ഗസ്സിങ് അല്ലെങ്കിൽ ലോട്ടറി ട്രിക്ക്, അങ്ങനെ പറയാം. ഇനി പുതിയൊരു ഐഡിയ നമ്മൾ കണക്ക് കൂട്ടാന്ന് വിചാരിച്ചു. അതെങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ അതിനെക്കുറിച്ച് മാത്രം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ, അതായത് ഓരോരോ ഐഡിയകൾ നമ്മളായിട്ട് കണ്ടെത്തണം, നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് ഇന്നലെ ഞാൻ പാലക്കാട് ജില്ലയിൽ പോയിട്ടുണ്ടായിരുന്നു, അതായത് കൊല്ലങ്കോട് ഭാഗത്താണ് പോയത് കേട്ടോ. അപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് പോയിട്ട് എടുത്ത ടിക്കറ്റാണത്. അതായത് ഞാൻ ഒരു 5 മൺസൂൺ മെമ്പറോളം ഞാൻ ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കെന്ന് പറഞ്ഞിട്ട് ഞാനൊരു മൺസൂൺ മെമ്പർ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ ശരി എനിക്കൊരു മൺസൂൺ മെമ്പർ എടുക്കാം. എന്തായാലും ഞാൻ പാലക്കാട് കരുണ ആശുപത്രിയിലേക്ക് പോയതാണ്. പാലക്കാട് കരുണ ആശുപത്രിയിലേക്ക് പോയതാണ്. അപ്പോൾ അവിടുന്ന് തിരിച്ച് വരുന്ന വഴിക്ക് കൊല്ലങ്കോട് വഴിക്കാണ് വന്നത്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഒരു കടയിൽ നിന്ന് ഞാൻ എടുത്ത നമ്പറാണിത്. ഈ നമ്പർ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ 318740 മുതലുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച നമ്പർ കിട്ടിയില്ല. അതായത് ഞാനൊന്ന് നോക്കിയപ്പോൾ ഈ 318740 ആ 4 വരെ കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് 23 കിട്ടിയത്. 23 കിട്ടിയത്. കുഴപ്പമില്ല, പ്രൈം നമ്പറാണ് 23. ഇപ്പോൾ 23 പ്രൈം നമ്പറാണെങ്കിൽ എന്തായാലും അവിടെ 0 എടുക്കാം. മിക്കപ്പോഴും ഒരു 0 വരാറുണ്ടല്ലോ. 0 നോക്കിയപ്പോൾ അവിടെ 8740 ഇല്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാം, എന്നാൽ വേണ്ട, നമുക്ക് 23 അല്ലേ, 23ൽ നിന്ന് 9ൻ്റെ നമ്പറിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 4 വരണം. അതായത് 23, 24, 25, 26, 27, 7 × 9, 4 ഉണ്ടോ ചോദിച്ചു, 8744. അതും അവിടെ ഇല്ല. അപ്പോൾ അറിയുന്ന ആൾക്കാർ ആരെങ്കിലൊക്കെ എടുത്ത് കൊണ്ടുപോയിണ്ടാവും. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, അല്ലാണ്ട് ആ നേരത്ത് ഹരിക്കാനും കുണിക്കാനും അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ഒരു മനക്കണക്ക് നോക്കി എടുക്കുകയാണ്. അറിയാവുന്ന ചെറിയൊരു ട്രിക്കിൽ ഇങ്ങനെ. കാരണം ബമ്പറിലൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ബമ്പർ കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന സാധനമാണ്, എപ്പോഴും വരുന്നില്ല. അതിന് എവിടെയൊക്കെ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല, അത് പെട്ടെന്നൊന്നും കിട്ടില്ല. എങ്കിൽ അത് നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് നോക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്പർ പിന്നെ എങ്ങനെ ആലോചിക്കുക, 23 അല്ല. അപ്പോൾ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു ഐഡിയ. അതായത് പ്രൈം നമ്പറാണ് 23. അപ്പോൾ 23ൽ തന്നെ അടുത്ത പ്രൈം നമ്പർ 23 കഴിഞ്ഞ് 29 അപ്പോൾ 23 കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈം നമ്പർ 29. അപ്പോൾ ഇവിടെ ഓൾറെഡി 23 ഉള്ളതുകൊണ്ട് നമുക്കൊരു 9 എടുക്കാം. അപ്പോൾ 23, 29 പ്രൈം നമ്പറിൻ്റെ ലിസ്റ്റിലേക്ക് നമ്മളായിട്ട് കണ്ടെത്താനുണ്ട് ഐഡിയ. അന്ന് അങ്ങനെ ആയിക്കോട്ടെ. അന്ന് 87 ഉണ്ട്. അപ്പോൾ അതെനിക്ക് തന്നു. അപ്പോൾ 318749. അപ്പോഴെനിക്ക് തൃപ്തിയായില്ല. കാരണം മറ്റുള്ളതൊന്നും ഇല്ല, എന്നാലും ഞാൻ എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ബൈക്ക് ഓടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു. അതായത് 23 9 തമ്മിൽ കൂട്ടാണ് വെറുതെ. 23 9 തമ്മിൽ ഇങ്ങനെ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 23 24 25 26 27 28 29 30 31 32. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ 23 നേരെ തല തിരിഞ്ഞു. അതായത് റിപ്പീറ്റ് ഇങ്ങനെ തിരിഞ്ഞു പോവാണ്. 23 എന്നുള്ള നമ്പർ നേരെ 32 ആവുകയാണ്. അപ്പോൾ കുഴപ്പമില്ല, എനിക്കൊരു അതിശയം തോന്നി. എന്താ കാരണം വെച്ചാൽ നമ്മളെടുത്ത നമ്പർ 23 എണ്ണിയത് അവിടം വരെ 31 87 4 വരെ മൊത്തം റൂട്ട് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 23. ആ 23നെ നേരെ തിരിക്കുന്ന രീതിയിൽ 9 വന്നപ്പോൾ അവിടെ സെറ്റായി. കുഴപ്പമില്ല, ഒരു സമാധാനമായി. 32 തന്നെയാണ് 23, 23 തന്നെ 32 നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടി. അപ്പോൾ അത് 9ന് ഇത്ര ഒരു ഐഡിയ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ അങ്ങനെ ആലോചിച്ച് വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 23 എന്ന് പറയുമ്പോൾ 2ഉം 3ഉം ഉള്ള നമ്പറാണ്. 2ഉം 3ഉം ആണെങ്കിൽ 23. അങ്ങനെയുള്ള നമ്പറുകളാണോ ഇനി 9 കൊണ്ടൊന്ന് തിരിച്ചിരുന്നു എന്ന് എനിക്കൊരു തോന്നല്. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ തന്നെ എൻ്റെ ആലോചന എങ്ങനെയൊക്കെയാണ്, ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടേ നടക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 12നെ 9 കൊണ്ടൊന്ന് കൂട്ടി. അതായത് 2ഉം 3ഉം 9 വന്നപ്പോൾ 32 ആയല്ലോ കൂട്ടുമ്പോൾ. 23നെ 9 കൊണ്ട് കൂട്ടുമ്പോൾ 32 ആയപ്പോൾ 12 1ഉം 2ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ 12 9 കൊണ്ടൊന്ന് കൂട്ടി വയ്ക്കും. 12 ഞാൻ 13 14 15 16 17 18 19 20 21. 12 എന്ന് പറഞ്ഞ നമ്പർ നേരെ 21 ആയി. 23 എന്ന് പറഞ്ഞ നമ്പർ നേരെ 32 ആയി. എനിക്ക് അപ്പോൾ ഒരു വേറൊരു ഐഡിയ കിട്ടിയ പോലെ. അതായത് നമ്മളാണ് നമ്മൾ ഐഡിയ കണ്ടെത്തുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു ഐഡിയ, അതായത് 12 നേരെ 21ഉം 23 നേരെ 32 ആയപ്പോൾ അവിടെ എന്താണ് അത് സംഭവിച്ചത്, 9 വന്നപ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ സെലക്റ്റീവായിട്ട് അതിൽ 9 കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ നമ്പറും നേരെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 34 3ഉം 4 34നെ 9 കൊണ്ട് കൂട്ടി. അപ്പോൾ നമുക്ക് 43 കിട്ടി. ആ 3 4 എന്നുള്ളത് 43 ആയിട്ട് തിരിഞ്ഞു. അപ്പോൾ ഞാൻ 45നെ 9 കൊണ്ട് കൂട്ടി. അപ്പോൾ അത് 54 ആയി. അപ്പോൾ ഞാൻ 56 5ഉം 6 അല്ലേ, 56നെ 9 കൂട്ടി.
അപ്പോൾ 65. അങ്ങനെ ബൈക്ക് ഓടിച്ച് വരുമ്പോൾ ഞാനിതിങ്ങനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ബൈക്ക് ഇങ്ങനെ കൊല്ലംകോട് ഇങ്ങനെ തൃശ്ശൂർ വരെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് വരിക. 5 6 9 അല്ല 5 56 9 അപ്പോൾ 65. അപ്പോൾ 56 എന്നുള്ളത് 6 തിരിഞ്ഞു. അപ്പോൾ ബൈക്ക് സംഗതി നിയന്ത്രണം വേണം ആലോചിച്ചാലും. അപ്പോൾ നമ്മളതിങ്ങനെ ഓടിച്ച് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വരികയാണ്. അങ്ങനെ വീട് വരെ ഞാനതിങ്ങനെ ആലോചിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ പുതിയൊരു ഐഡിയ കിട്ടുകയാണ്. ഇപ്പം ഞാനിനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകണം. എങ്ങനെ? കാരണം ഇനിയിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഐഡിയ പറഞ്ഞു തന്നല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ 1 2 2 3 3 4 4 5 5 4 സോറി 5 6 6 7 7 8 8 9 എന്നുള്ള എല്ലാ നമ്പറുകളെയും 9 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇതേ നമ്പർ തന്നെ റിപ്പീറ്റ് തിരിഞ്ഞു വരും. 78 എന്നുള്ള നമ്പർ 87 ആവും, 67 എന്നുള്ള നമ്പർ 76 ആവും. അതാണ് 9ൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്നതാണ് ലോട്ടറി ഗസ്സിങ് ആയാലും ലോട്ടറി ട്രിക്ക് ആയാലും നമ്മുടെ ഊഹങ്ങളെയാണ്, നമ്മൾ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ലോട്ടറി ഗസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളെന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനൊരു ഐഡിയ 9 തിരിച്ചിട്ടുന്ന് ഇങ്ങനെ ഓരോ നമ്പറിന് തിരിക്കാനുള്ള കഴിവ് 9-നുണ്ട്. കണ്ടില്ലേ? ഞാൻ മിക്കപ്പോഴും 9 വെച്ചിട്ടാണ് പല കാര്യങ്ങളും നോക്കാറ്. കാരണം 9-ന് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി. അങ്ങനെ എന്ത് ചെയ്ത് ആ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് വെറുതെ നോക്കി എന്താണ് എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇനിയിപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് 9 വരുമ്പോഴാണ് മാത്രമാണ്, മറ്റുള്ള നമ്പറുകളൊന്നും അങ്ങനെ ഇല്ല, തിരിയുന്നില്ല. ഈ ഒരു നമ്പർ 9 വരുമ്പോൾ തിരിയാണ്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഏകദേശം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ റിസൾട്ടൊക്കെ ഒന്ന് നോക്കിയതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ഏതിൻ്റെ നമ്പറാണ് തിരിക്കുന്നത്? 12 1 2 എന്ന് പറഞ്ഞ നമ്പറിനാണ് 21 ആക്കി മാറ്റുന്നത്. അപ്പോൾ ഞാൻ 12ൻ്റെ നമ്പറുകൾ മാത്രം തിരഞ്ഞെടുത്തു. അതായത് നമ്മൾ ഓരോ ഐഡിയ നമ്മളായിട്ട് കണ്ടെത്തണം. കാരണം നമുക്ക് കിട്ടിയ ഐഡിയയിൽ വെച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ 12ൻ്റെ നമ്പറുകൾ ഇപ്പോൾ 25 50ൻ്റെ ബ്ലോക്ക്, അതായത് 2 5 5 12ൻ്റെ ഒരു നമ്പറാണ്. ആ നമ്പറിനെ 9 കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെറുതെ നോക്കി. അപ്പോൾ ഞാൻ അങ്ങനെ 12ൻ്റെ നമ്പറുകൾ മാത്രം 24 60ൻ്റെ ബ്ലോക്ക്, 24 60ൻ്റെ ബ്ലോക്ക്, 2 4 6 12ആണ്. 25 50ൻ്റെ ബ്ലോക്ക്, 2 5 5 12ആണ്. അങ്ങനെ കിട്ടുന്ന നമ്പറുകൾ സെലക്ട് ചെയ്ത്, അതായത് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഞാൻ. അപ്പോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ എന്ത് ചെയ്തു? 25 5 അതായത് 255 12ആണ് കൂട്ടുമ്പോൾ അത് ഞാൻ കൂട്ടണം 9 അടിച്ചു. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ പിറ്റേ ദിവസം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പുതിയ ഐഡിയ കിട്ടി. ഇങ്ങനെയാണ്. അതുപോലെ 27 34 അടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടംപോലെ നമ്പർ. ഇപ്പോൾ 29 16 29 16 29 13 29 14 ഒക്കെ അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ 29 10 എന്ന് പറയുമ്പോൾ 9ഉം 1ഉം 10 12 കണ്ട, അത് 12ൻ്റെ നമ്പറാണ്. കൂട്ടണം, ഒരു 9 അടിച്ചു നോക്കിയേ, അവിടെ നമുക്ക് 3000 കിട്ടുക, അല്ല 300 കിട്ടുക. അപ്പോൾ അടുത്ത നെക്സ്റ്റ് 300ൻ്റെ ബ്ലോക്ക്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 12ൽ 3 നമ്പർ കൂട്ടുമ്പോൾ 12 കിട്ടുന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ 9 കൂട്ടിയാൽ മതി. ജസ്റ്റ് 9 കൂട്ടിയാൽ അപ്പോൾ നമുക്ക് അടുത്ത 3 നമ്പർ കിട്ടും. ആ 3 നമ്പറിൻ്റെ ബ്ലോക്ക് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്. ആ നമ്പർ വരുന്നത് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 25 53 ആണെങ്കിൽ അതിനെ നമ്മൾ കൂട്ടുമ്പോൾ 24 60ൻ്റെ ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്കിൽ കറക്റ്റ് ഇപ്പോൾ 25 53 അടിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 കഴിഞ്ഞാൽ 4 അല്ല, ആ 4 ഇവിടെ വരുന്നു. മനസ്സിലായില്ലേ? 24 64 ആയിട്ടോ അങ്ങനെയൊക്കെ. ഇത്ര സിമ്പിളായിട്ട് അങ്ങനെ കിട്ടുന്നതിനാണ് ലോട്ടറി ഗസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ വണ്ടി ഓടിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഐഡിയ ആണ് ഇപ്പോൾ ഈ പറഞ്ഞ 9ൻ്റെ ഒരു ഐഡിയ. അത് ഈ ടിക്കറ്റിലൂടെ നമുക്ക് കിട്ടിയൊരു ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്നതാണ് ലോട്ടറി ഗസ്സിങ്, നമ്മൾ ഊഹിച്ചെടുക്കുന്നതാണ് ലോട്ടറി ഗസ്സിങ്. നമ്മളിങ്ങനെ ഇരുന്ന് കുത്തിരുന്ന് നമ്മുടെ പ്രാന്താണ് ലോട്ടറി ഇതെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് നമ്മളൊരു പ്രാന്തനെ പോലെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ രീതിയിൽ കണക്കുകളെ വെച്ച് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുന്നോ അങ്ങനെ അനലൈസ് ചെയ്ത് നമ്മൾ മാത്സ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തലച്ചോറിലിട്ട് ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറേ ഐഡിയകൾ കിട്ടും. ആ ഐഡിയകളൊക്കെ കൂടി ഒത്തുചേർത്ത് എടുത്തിട്ടാണ് നമ്മളൊരു ട്രിക്കായിട്ട് യൂട്യൂബിലിട്ട് തരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നമ്മളെന്ത് പറഞ്ഞു, ഒരുപാട് ട്രിക്ക് നമ്മൾ എങ്ങനെ ലോട്ടറി ഗസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് നോക്കി നോക്കും. ഞാൻ പറഞ്ഞതുപോലെ 12ൻ്റെ നമ്പർ, ബാക്കിയുള്ള നമ്പർ ഉണ്ട് കേട്ടോ. ഇനി 23ൻ്റെ നമ്പർ അങ്ങനെ ഉണ്ടോ നോക്കണം. അത് നോക്കിയിട്ടില്ല, കാരണം അപ്പം തന്നെ ഏകദേശം 10 12. കാരണം നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ നോക്കി ഇന്നലെ തന്നെ ഉറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 1 മണി 1:30 ആയി രാത്രി. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തല ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതാക്കും. അപ്പോൾ അത് മാത്രമല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയാണ് ലോട്ടറി ഗസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
ലോട്ടറി ഗസ് ചെയ്യാന്നല്ല, നമ്മളെ നമ്പറുകളെ കുറിച്ച് മൊത്തത്തിൽ അറിയാം. അതിൽ തന്നെ ഇനി നമ്പറുകളെ വേർതിരിക്കുന്ന രീതിയിൽ എന്താണ് നമ്പറുകൾ എന്നൊക്കെ നമ്മൾ ഗൂഗിളിലായാലും അവിടെ ഇവിടെയും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ ഒരുപാട് നമ്പറുകളെ വേർതിരിക്കുക. ഇപ്പോൾ 0 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറും വേർതിരിഞ്ഞിട്ടുണ്ടല്ലേ. 9 അല്ലല്ലോ 8, 8 അല്ലല്ലോ 7 ഒക്കെ വേർതിരിവന്നല്ലേ. അപ്പോൾ ഓരോ നമ്പറിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അതും ഈ കണക്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക, ലോജിക്ക് ഉണ്ടോ എന്ന് നോക്കുക. ആ ലോജിക്ക് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് നമ്മളായിട്ട് വളച്ചൊടിക്കുക. വളച്ചൊടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരണം കണ്ടുപിടിക്കണം. 369 ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത് നിക്കോള ടെസ്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അയാളത് കണ്ടുപിടിച്ചത് ഇതുപോലെ തല പുകഞ്ഞിട്ടാണ്. ആൾ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ഉപകാരമുണ്ട്, ആൾ കണ്ടുപിടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്. അതിന് നമ്മൾ അതിൽ 369 കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആൾ അത്രയും വലിയ കാര്യം കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ അതൊരു കഴിവ് തന്നെയല്ലേ, അത് അയാളെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ കുപ്പത്തൊട്ടിയിലും മാണിക്കെന്ന് പറഞ്ഞ പോലെ ഏത് ഒരാൾക്കും ഇത് കണ്ടുപിടിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുഡൻസ് കിട്ടുമായിരിക്കാം, പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അത് എവിടെയെങ്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാവുന്ന കമ്പ്യൂട്ടറിനേക്കാളും വെല്ലുന്ന തലച്ചോറുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കാം. അവരൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്പറുകൾ കൊണ്ട് അമ്മാനാടുന്ന പല ട്രിക്കുകളും കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ ലോട്ടറി ട്രിക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ലോട്ടറി ഗസ് എങ്ങനെയാണിത്, ഇതെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യമാണ്. നമ്പറുകളെ കുറിച്ച് അറിയുക, അറിഞ്ഞതിന് ശേഷം വന്ന് അതിനെക്കുറിച്ച് മാത്രം അന്വേഷിപ്പിക്കും കണ്ടെത്തുന്നല്ലേ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് ചകഞ്ഞ് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോയി ഇന്നതൊക്കെയാണ് കാര്യങ്ങളൊക്കെ അറിയുക. അറിഞ്ഞതിന് ശേഷം നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ എഴുതി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തിരിച്ച് മറിച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ട് കിട്ടുന്നതിനാണ് ലോട്ടറി ഗസ്സിങ്, അല്ലെങ്കിൽ ലോട്ടറി ട്രിക്ക്, ലോട്ടറി ടിപ്സ്, വിന്നിങ് ഫോർമുല, ലോട്ടറി വിന്നിങ് ഫോർമുല ആയിട്ട് നമ്മൾ പറയുന്നു. സംഗതി ശരിയാണ്. നമ്മൾ ഓരോ നമ്പർ ഇങ്ങനെയൊക്കെ കണ്ടെത്തുമ്പോൾ നമുക്കായിട്ട് അത് ഒരു മാസത്തെ റിസൾട്ട് വാങ്ങി നമ്മൾ ബാക്കൗട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിനനുസരിച്ച് എന്തെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ വന്നിട്ടുണ്ടല്ലോ, ശരിയാണല്ലോ, ഇനി ഇവിടുന്ന് അങ്ങോട്ടും വരാം എന്നുള്ള തോന്നലാണ് ലോട്ടറി ഗസ്സിങ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ സി യു. അപ്പം ഞാൻ മൺസൂൺ മെമ്പർ, എനിക്ക് ഒരു മൺസൂൺ മെമ്പർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത തന്നെ പുതിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഇന്നലെ വരെ പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടറി ട്രിക്ക് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അവിടെയും നമ്മൾ കണ്ടെത്തിയത് പുതിയൊരു ഐഡിയയാണ്. ആ ഐഡിയ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നുണ്ട്. അപ്പോൾ ആ ഐഡിയ ഈ രീതിയിൽ നിങ്ങളൊന്ന് പോയി നോക്കി നോക്ക്. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്താണ് പറയുന്നത് അറിയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ. ഓക്കെ, ബൈ സി യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.